ഇത് ഗോൾഡൻ ഡയമണ്ട് ജ്വല്ലറി ഗ്രൂപ്പിനാൽ വഞ്ചിക്കപ്പെട്ടവരാണ്. പൈസ നഷ്ടപ്പെട്ട് സങ്കടത്തോടെ വന്നിരിക്കുന്നവരാണ് ഞങ്ങൾ. അദ്ദേഹം ഇതില് 50,000 മുതൽ കോടികൾ വരെ നഷ്ടപ്പെട്ടവരുണ്ട്. എല്ലാവരും വലിയ പൈസക്കാരൊന്നുമല്ല. 10 ലക്ഷത്തിൽ താഴെയുള്ളവരാണ് ബഹുഭൂരിപക്ഷം. അതും 5 ലക്ഷത്തിൽ താഴെ നിരവധി പേർ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 50,000, 80,000, 1 ലക്ഷം അങ്ങനെയൊക്കെ ഉള്ള പൈസകളാണ് കൂടുതൽ അവിടെ പെട്ടുപോയിരിക്കുന്നത്. ഇത് ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന ആളുകൾ അവരുടെ സമ്പാദ്യം മൊത്തം വേറെ ജീവിക്കാൻ മാർഗമില്ലാത്തത് കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തവരാണ് കൂടുതൽ പേരും. പിന്നെ ഈ കുട്ടികളെ പഠിപ്പിക്കാനും മരുന്ന് വാങ്ങിക്കാനും അതിനും ഇതിനൊന്നും കാശില്ലാതെ വന്ന് ഈ കാർഷിക ആദായമൊക്കെ കുറഞ്ഞു വന്നപ്പോൾ 25 സെൻറ്റോ 50 സെൻറ്റോ ഒക്കെ റബ്ബർ പുരയിടം ഉള്ളവരൊക്കെ അത് വിറ്റ് ഇവിടെ കൊണ്ടുവന്ന് ഇതിൻ്റെ ആദായം എടുത്ത് കുട്ടികളെ പഠിപ്പിക്കാനും മറ്റും വന്നവരാണ്. അങ്ങനെയൊക്കെ ഉള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ ഇതിൽ ധാരാളം. പിന്നെ ഇദ്ദേഹം വീടുകളിൽ വെച്ചിരുന്ന സ്വർണം അതും കൈക്കലാക്കി. അതിപ്പോൾ ഒരു നാട്ടിൽ ചെന്ന് കൂടുതലും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇതിൽ പെട്ടുപോയിരിക്കുന്നത്. ഇദ്ദേഹം തന്നെ അത്തരത്തിൽ വേഷവിധാനങ്ങൾ നടത്തി ഇദ്ദേഹത്തിൻ്റെ കടയിലുള്ള എംപ്ലോയീസിനെ തന്നെ തൊപ്പിയും താടിയൊക്കെ വെച്ച് ഒരു മുസ്ലിം ഐക്കൺ പോലെ കാണിച്ച്, എന്നിട്ട് ഓരോ സ്ഥലങ്ങളിലും ചെന്ന് ആ പള്ളികളിലുള്ള ഇമാമുമാരെയും മറ്റാൾക്കാരെയൊക്കെ സ്വാധീനിച്ച് അവർക്കും കാശ് കൊടുത്ത് അവരെ ഇയാൾ തൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ കൂട്ടി വീടുകളിൽ അയച്ചു. ഈ പെൺകുട്ടികളുണ്ട് എന്ന് മനസ്സിലാക്കുന്ന വീടുകളിലെല്ലാം പോയി അവിടെ എന്തെങ്കിലുമൊക്കെ സ്വർണം കാണുമല്ലോ, സ്വർണം ആരും ഒത്തു വാങ്ങില്ല, കുറേശ്ശെയാണ് വാങ്ങുന്നത്. അവർ വാങ്ങി വെച്ചിരിക്കുന്ന സ്വർണം ഇയാൾ തട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. അവർ പറഞ്ഞത്, നിങ്ങൾ വീട്ടിൽ ചുമ്മാതിരിക്കുകയല്ലേ, ഇത് എൻ്റെ കയ്യിൽ തന്നാൽ 10 ലക്ഷം രൂപയുടെ മൂല്യത്തിന് 20,000 രൂപ മാസം ഞാൻ തരും, 20% നിങ്ങൾക്ക് ഞാൻ ആദായം മാസം തരും. എന്നിട്ട് 11 മാസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത് തിരിച്ചു തരും. ഈ സ്വർണം ഇപ്പോൾ 10 12 വയസ്സായ കുട്ടിയാണെങ്കിലും 11 മാസം കഴിയുമ്പോൾ ഞാനിത് തിരിച്ചു തരും. ഇനി വീണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് തരാം. ഈ രീതിയിൽ വീടുകളിലുണ്ടായിരുന്ന സ്വർണം മൊത്തം ഇയാളുടെ കയ്യിലായി. ഇതൊക്കെ കൂടെ ചേർന്നിട്ട് ഏറ്റവും കുറഞ്ഞ ഒരു